അമൽ ബാബുവിന്റെ ഹൃദയം ഇനി മുതൽ അജ്മലിൽ തുടിക്കും. തിരുവനന്തപുരത്തു നിന്നുള്ള എയർ ആംബുലൻസിലെത്തിച്ച അമൽ ബാബുവിന്റെ ഹൃദയം മലപ്പുറം സ്വദേശിയായ അജ്മലിൽ വിജയകരമായി തുടിച്ചു. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വെന്റിലേറ്ററിൽ നിന്ന് അജ്മലിനെ മാറ്റിയെന്നും ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമാണെന്നും എറണാകുളം ലിസി ആശുപത്രി അധികൃതർ അറിയിച്ചു. വ്യാഴം പകൽ 1:20 തിരുവനന്തപുരത്ത് നിന്ന് പറന്ന എയർ ആംബുലൻസ് 2:10 എറണാകുളം ഗ്രാൻഡ് ഹയാത്തിലെത്തി. പോലീസ് സഹായത്തോടെ 3 മിനിറ്റിനകം ലിസി ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഉടൻ ശസ്ത്രക്രിയ ആരംഭിച്ചു. 3 മണിക്കൂറിനുള്ളിൽ അമലിന്റെ ഹൃദയം അജ്മലിൽ സ്പന്ദിച്ചു. അജ്മലിന് ജനുവരിയിലാണ് ഗുരുതര ഹൃദയാഘാതം അനുഭവിച്ചത്. ഡോക്ടർമാർ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിരുന്നു. മലയൻകീഴ് തച്ചോട്ടുകാവ് സ്വദേശിയായ അമൽ ബാബു 12-ാം തീയതി രാത്രി 9-ഓടെ ബൈക്ക് കാറുമായി ഇടിക്കപ്പെട്ട് അപകടത്തിൽപ്പെടുകയായിരുന്നു. കിംസിൽ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതോടെ കുടുംബാംഗങ്ങൾ അവയവദാനത്തിന് സന്നദ്ധരായി. ഹൃദയത്തിനൊപ്പം അമൽ ബാബുവിന്റെ കരൾ, 2 വൃക്കകൾ എന്നിവയും ദാനം ചെയ്തു. ഒരു വൃക്ക തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കും മറ്റൊരു വൃക്കയും കരളും കിംസ് ആശുപത്രിയിലെ രോഗികൾക്കുമാണ് നൽകിയതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ലിസി ആശുപത്രിയിലേക്ക് സന്ദേശം ലഭിച്ച ഉടനെ തന്നെ ഡയറക്ടർ ഫാദർ പോൾ കരേടൻ മന്ത്രി പി രാജീവ് മുഖേന മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുകയായിരുന്നു. അമലിന്റെ ബന്ധുക്കൾ തീവ്ര ദുഃഖത്തിലും അവയവദാനത്തിന് സന്നദ്ധരായതിന് മന്ത്രി വീണ ജോർജ് നന്ദി അറിയിച്ചു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.